നിങ്ങളുടെ മനസ്സിൽ ഒരു കിടിലൻ ബിസിനസ് ഐഡിയ ഉണ്ടോ? പക്ഷെ അതെങ്ങനെ തുടങ്ങണം, എങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഒരു കൺഫ്യൂഷനുണ്ടോ? വിഷമിക്കേണ്ട. ഇന്നത്തെ ഈ സങ്കീർണമായ ലോകത്ത് നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു ബ്ലൂപ്രിന്റ്, ഒരു ഭൂപടം എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇപ്പോഴും ആ പഴയ ബിസിനസ് രീതികളിലൊക്കെ കുടുങ്ങിക്കിടക്കുകയാണോ? ഇന്നത്തെ ഈ കടുത്ത മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, പുതിയ വഴികൾ തേടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതെ, ബിസിനസ്സിലെ പുതിയ വെല്ലുവിളി. ഇന്നത്തെ ലോകം ഒരു ഓട്ടം പന്തയം പോലെയാണ്, അല്ലേ? പഴയ തന്ത്രങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നിന്നാൽ നമ്മൾ പുറകിലായി പോകും. വിജയിക്കണമെങ്കിൽ പുതിയതും അതേസമയം മാറ്റങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുന്നതുമായ ഒരു സമീപനം നമുക്ക് കൂടിയേ തീരൂ. അപ്പോ അതിനുള്ള വഴിയാണ് നിങ്ങളുടെ ബിസിനസ് ഭൂപടം. സങ്കീർണമായ വഴികളിലൂടെ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു വിഷ്വൽ മാപ്പ്. ഇതിനെയാണ് നമ്മൾ ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് പറയുന്നത്. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഒറ്റ പേജിൽ നിങ്ങളുടെ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾ എന്ത് മൂല്യമാണ് നൽകുന്നത്, നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരാണ്, എവിടെ നിന്നാണ് പണം വരുന്നത്, എന്തൊക്കെയാണ് ചെലവുകൾ, ഇതെല്ലാം വ്യക്തമാക്കുന്ന ഒരു ചാർട്ട്. അലക്സാണ്ടർ ഓസ്റ്റർവാൾഡറും ഈവ് പിഗ്നറുമാണ് ഈ ഒരു ഗംഭീര ആശയം ലോകത്തിന് മുന്നിൽ വെച്ചത്. ഓക്കെ, അപ്പോ ഈ ക്യാൻവാസ് എന്ന് പറയുന്നത് 9 പ്രധാനപ്പെട്ട ബിൽഡിംഗ് ബ്ലോക്കുകൾ ചേർന്നതാണ്. ഈ 9 കട്ടകൾ ശരിയായി ചേർത്തുവെക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസിന്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് കിട്ടുന്നത്. ഈ കാണുന്ന 9 ബ്ലോക്കുകളാണ് ഒരു ബിസിനസിന്റെ ഹൃദയമെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കസ്റ്റമർ സെഗ്മെന്റ്സ് എടുക്കാം. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്? സ്റ്റുഡൻസിനാണോ അതോ ഫാമിലികൾക്കാണോ? അടുത്തത് വാല്യൂ പ്രൊപ്പോസിഷൻസ്. എന്താണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫർ? വില കുറവാണോ അത് സൂപ്പർ ക്വാളിറ്റിയാണോ? പിന്നെ ഈ മൂല്യത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ കാശുണ്ടാക്കാം എന്ന് പറയുന്നതാണ് റവന്യൂ സ്ട്രീംസ്. കണ്ടില്ലേ, എല്ലാം ഒരൊറ്റ പേജിൽ. ടീമിലുള്ള എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് ഭയങ്കരമായിട്ട് സഹായിക്കും. ശരിക്കും ഒരു ബിസിനസ് എപ്പോഴാണ് വിജയിക്കുന്നത്? അത് കസ്റ്റമറിന്റെ ഒരു യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോഴാണ്. അതായത് അവരുടെ ഒരു തലവേദന മാറ്റുന്ന ഒരു പെയിൻ റിലീവർ ആവണം നമ്മൾ. ഉദാഹരണത്തിന് സമയം ലാഭിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്പ്, അല്ലെങ്കിൽ അവർക്ക് പുതിയ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഗെയിം ക്രിയേറ്റർ ആകണം. ഒരു പുതിയ സ്കിൽ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് പോലെ. ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ തിയറിയൊക്കെ മനസ്സിലാക്കി. ഇനി ഇതെങ്ങനെ പ്രായോഗികമാക്കാം എന്ന് നോക്കിയാലോ? അതിനായി ഒരു 7 സ്റ്റെപ്പ് ആക്ഷൻ പ്ലാൻ ഉണ്ട്. ഈ 7 സ്റ്റെപ്പുകൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ 3ആയിട്ട് തിരിക്കാം. കേട്ടോ, ആദ്യത്തെ 3 അത് മുഴുവൻ കസ്റ്റമറെക്കുറിച്ചാണ്. ആരാണ് കസ്റ്റമർ, അവരുടെ എന്ത് പ്രശ്നമാണ് നമ്മൾ തീർക്കുന്നത്. ഇനി അടുത്ത 2 അതായത് 4ഉം 5ഉം സ്റ്റെപ്പുകൾ, അത് നമ്മുടെ ഓപ്പറേഷൻസിനെ പറ്റിയാണ്. ഈ മൂല്യം കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ വേണം, ആരൊക്കെ കൂടെ വേണം, എങ്ങനെ പണം വരും എന്നൊക്കെ. ഇനി അവസാനത്തെ 2 സ്റ്റെപ്പുകൾ, ഇതാണ് ഏറ്റവും പ്രധാനം. വെറുതെ പ്ലാൻ ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ, അത് വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്യണം, ടീമുമായിട്ട് ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്തി കൊണ്ടേയിരിക്കണം. ഇതൊരു ലൈവ് ഡോക്യുമെന്റ് ആണ്, അല്ലാതെ അലമാരയിൽ വെക്കാനുള്ള ഒന്നല്ല. പ്രത്യേകിച്ച് ആ 6ാമത്തെ സ്റ്റെപ്പ്, അത് ശരിക്കും ഒരു ലൂപ്പാണ്, ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രോസസ്സ്. ലീൻ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഒരു ഐഡിയ എടുക്കുക, ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, അത് ടെസ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് പഠിക്കുക, എന്നിട്ട് ഒന്നുകിൽ ആ വഴിക്ക് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ വഴി മാറ്റിപ്പിടിക്കുക. ഇതാണ് ഇന്നൊവേഷന്റെ രീതി. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് വഴി നമ്മൾ ശരിക്കും ഒരു പുതിയ ചിന്താരീതിയിലേക്കാണ് പോകുന്നത്. അത് വിജയത്തിലേക്കുള്ള ഒരു പുതിയ വഴിയാണ്. ഇത്രയും പറഞ്ഞതിന്റെ എല്ലാം കാതൽ എന്താണെന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ്. 1, ക്രിയേറ്റീവായി ചിന്തിക്കുക. 2, കസ്റ്റമറുമായി എപ്പോഴും ഒരു അടുത്ത ബന്ധം സൂക്ഷിക്കുക. 3, നിരന്തരം ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ലോകത്ത് ഏത് ബിസിനസ്സിലും വിജയിക്കാം. അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു കടലാസല്ല, വെറും ഒരു ഡോക്യുമെന്റ് അല്ല. ഇത് നിങ്ങളുടെ ഇന്നൊവേഷനുള്ള ഒരു പ്രാക്ടിക്കൽ ഗൈഡാണ്, ഒരു മാപ്പാണ്. അപ്പോ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. നിങ്ങളിപ്പോൾ മനസ്സിൽ കാണുന്ന ആ ബിസിനസ് ബ്ലൂപ്രിന്റിലെ ഏത് ആശയമാണ്, ഏത് അനുമാനമാണ് നിങ്ങൾ ആദ്യമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്നിട്ട് പ്രവർത്തിച്ചു തുടങ്ങൂ.